ഫീദ. ഇന്നത്തെ വീഡിയോ ഈസ് ആൾസോ ഫോർ +1 പോകാൻ പോകുന്ന സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ +1 കയറുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. +1 കയറുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ +1 കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. SLC കഴിഞ്ഞ് +1 പോകുമ്പോൾ നമ്മൾ പുതിയൊരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. പോയിന്റ് നമ്പർ 1, പോർഷൻ സ്പീഡ്. അതായത് +1 10ലെയോ അതായത് ഹൈസ്കൂളിലെ പോലെയല്ല. ടീച്ചേഴ്സിന് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാണ്ട് ആൻഡ് ലിമിറ്റഡ് ടൈമിനുള്ളിൽ അവർക്ക് ഇത് കവർ ചെയ്യണം. ആൻഡ് അവർക്ക് +2കാരുടെ കാര്യങ്ങളും കൂടി നോക്കണം. അതായത് +2കാർക്ക് ലാബ് ഉണ്ടാവും. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവില്ല. കാരണം ടീച്ചേഴ്സ് ഇങ്ങനെ +2കാരുടെ കാര്യങ്ങൾ നോക്കാനും അതുപോലെ മറ്റ് സ്കൂളിലേക്ക് ലാബ് കാര്യങ്ങൾക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ +1 ടീച്ചേഴ്സ് കുറച്ച് സ്പീഡിൽ പോകും. ആൻഡ് പോർഷൻസ് സ്പീഡ് കാരണം നമ്മൾ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ കുറേ ലീവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാൻ കഷ്ടമാണ്. പോയിന്റ് നമ്പർ 2, സെൽഫ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്രം മതിയാവില്ല, വീട്ടിലും കൂടി നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തണം. എങ്കിലേ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷനൊക്കെ റെഫർ ചെയ്യണം. ഫുള്ളി ടീച്ചേഴ്സിന് NCERT ഫുള്ളൊന്നും എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. ആരും മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരിക. അപ്പോൾ ഇപ്പോൾ NCERT ഫുള്ളായിട്ട് ക്യാച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തായാലും NCERT ഫുള്ളായിട്ടൊന്നും നമ്മുടെ ഇതിന് ചോദിക്കില്ല. അതായത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പോയിന്റ് നമ്പർ 3, ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻ. അതായത് പുതിയ ഫ്രണ്ട്സാണ്, പുതിയ വൈബ്സാണ്, കുറേ സംസാരിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ബട്ട് സ്റ്റഡി മുന്നോട്ട് പോവും, നമ്മൾ സംസാരിച്ചുകൊണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പോയിന്റ് നമ്പർ 4, നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതായത് നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞതനുസരിച്ച് ഒപ്പം ക്ലിയർ ചെയ്ത് പോവുക. ലാസ്റ്റ് ആകുമ്പോൾ റിയലൈസേഷൻ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സാമിന് പഠിക്കാനും ഉണ്ടാവും, നോട്ട്സ് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷനിലായിരിക്കും. സോ നോട്ട്സ് പ്രോപ്പറായിട്ട് തന്നെ എഴുതി പോവുക. ഒരു ദിവസം നിങ്ങൾ ക്ലാസ്സിലോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ നമുക്ക് ഫോണിലൂടെ ഒക്കെ നമ്മൾ എഴുതി പോകാൻ പറ്റുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾ അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക. പോയിന്റ് നമ്പർ 5, കോൺസിസ്റ്റൻസി. അതായത് എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കോൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ 5 hour പഠിച്ചു, ഇനി ബാക്കി 3 ദിവസത്തിന് നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം നമ്മൾ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി കുറച്ച് പഠിച്ചു പോയാൽ മതി. 1 hour ആണെങ്കിലും നമ്മളത് പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ മതി. സോ ദ തിങ് ഈസ് +1 ടഫ് അല്ല. കറക്റ്റ് മെയിൻ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ഇത്രമാത്രം പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഏർലി ആയിട്ട് മനസ്സിലാക്കുക. സോ സ്റ്റാർട്ട് +1 സ്മാർട്ട്, നോട്ട് ലേറ്റ് ലൈക്ക് മീ. Hope this video is useful for you. So that's it for today.